ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ദ ഗ്രേറ്റ് ഫാദർ റിലീസായി. ടീസറുകളും പോസ്റ്ററുകളും ആരാധകർക്കിടയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. സസ്പെൻസുകൾ നിറഞ്ഞ തുടക്കക്കാരൻ എന്ന നിലയിൽ ഹനീഫ് അദേനി തന്റെ ഭാഗം ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ആദ്യ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ സ്റ്റൈൽ ശ്രദ്ധേയമായി. ഡേവിഡ് നയനാന്റെ സ്റ്റൈലായ നടത്തം പോലെ സ്റ്റൈലിഷ് ആയിരുന്നു ചിത്രത്തിലെ ഓരോ ഷോട്ടുകളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാകും ഭംഗി. ഓരോ ഭാഗത്തും മാസായ എൻട്രിയാണ് ഡേവിഡ് നയനാന്റേത്. BGM അത് പറഞ്ഞറിയിക്കാനാകില്ല, അതിഗംഭീരം. അതുപോലെ തന്നെ എഡിറ്റിംഗും. സിനിമയിലെ ഓരോ ഷോട്ടും ഗംഭീരമാക്കിയതിൽ BGMന്റെ സ്ഥാനം വളരെ വലുതാണ്. ഹനീഫ് അദേനി എന്ന സംവിധായകനെ അമൽ നീരദിനൊപ്പമോ പിൻഗാമിയായോ കൂട്ടാം. ആ ജാതി മേക്കിംഗ് എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനും തിയേറ്ററിൽ പിടിച്ചിരുത്താനുമുള്ള ത്രില്ലിംഗ് ഉണ്ട് ഈ ചിത്രത്തിൽ. പ്രത്യേകിച്ച് വില്ലനെ കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ വെറൈറ്റിയാണ്. പടത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സോഷ്യൽ റെലവന്റ് പടം. ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മമ്മൂട്ടി ആരാധകരെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ പടം. എല്ലാം കൊണ്ട് നല്ല കിടുക്കാച്ചി പടം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ്. എല്ലാവർക്കും നന്ദി.